പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഇന്ന് കഴിഞ്ഞ റോ എപ്പിസോഡിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് അപ്ഡേറ്റ്സ് ആണ്. അതുപോലെ തന്നെ റോമൻ റീൻസ്, ട്രിപ്പിൾ എച്ച് തുടങ്ങിയവർക്കിടയിൽ ഇപ്പോൾ വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് റോ എപ്പിസോഡിനെ സംബന്ധിച്ച് നോക്കാം. ഇന്നത്തെ റോ എപ്പിസോഡിലൂടെ റോയൽ റംബിൾ മത്സരങ്ങളിലേക്കുള്ള വലിയ എൻട്രികൾ താരങ്ങൾ പ്രഖ്യാപിക്കുന്നതായി കാണാൻ സാധിച്ചു. അതിൽ വുമൻസ് റോയൽ റംബിളിലേക്ക് 8 റെസ്ലേഴ്സ് എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജഡ്ജ്മെന്റിന്റെ ടീമിൽ നിന്ന് ലിവ് മോർഗൻ, റോക്സിനി പെരസ്, റെഗുലർ റോഡ്രിഗസ് തുടങ്ങിയവർ എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. വുമൻസ് ടാഗ് ടീം ചാമ്പ്യന്മാരായ റിയ റിപ്ലി, യോസ്കൈ തുടങ്ങിയവരും എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൂടാതെ ബെയ്ലി, ലൈറ വൽക്കീരിയ തുടങ്ങിയവരും എൻട്രി പ്രഖ്യാപിക്കുന്നതായി നമുക്ക് കാണാൻ സാധിച്ചു. ഇനി മെൻസ് റോയൽ റംബിളിലേക്ക് നോക്കുകയാണെങ്കിൽ റോ എപ്പിസോഡ് ആരംഭിച്ച ഗന്ധർ റോയൽ റംബിളിലേക്കുള്ള എൻട്രി പ്രഖ്യാപിച്ചു. ഇത് കൂടാതെ റെയ്മിസ്റ്റിരിയോ എന്ന ഹോൾ ഓഫ് ഫെയിമർ, പെൻഡ, ഡ്രാഗൻ ലീ തുടങ്ങിയവരും റോയൽ റംബിളിലേക്കുള്ള എൻട്രി ഒഫീഷ്യലായി കൺഫേം ചെയ്യുന്നുണ്ട്. വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ജെ ഊസോയും ഇന്നത്തെ ഒരു സെഗ്മെൻറ്റോട് കൂടി റോയൽ റംബിളിലെ എൻട്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജെ ഊസോ ആയിരുന്നു 2025 മെൻസ് റോയൽ റംബിൾ കഴിഞ്ഞ വർഷം വിജയിച്ചത്. മറ്റൊരു അപ്ഡേറ്റ് റോയൽ റംബിളിലേക്ക് പുതുതായി കൺഫേം ചെയ്ത മത്സരത്തെ സംബന്ധിച്ചാണ്. ഗന്ധർ വേഴ്സസ് എജെ സ്റ്റൈൽസ് തമ്മിലുള്ള മത്സരമാണ് കൺഫേം ചെയ്തിട്ടുള്ളത്. ഈ റോയൽ റംബിൾ മത്സരത്തിൽ എജെ സ്റ്റൈൽസ് പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ റെസ്ലിംഗ് കരിയർ ഇതോടുകൂടി വിരാമം വിടേണ്ടി വരും. അങ്ങനെയുള്ള ഒരു സ്റ്റിപ്പുലേഷനാണ് ഏഡ് ചെയ്തിട്ടുള്ളത്. റോ എപ്പിസോഡ് ആരംഭിക്കുന്ന സമയത്ത് ഗന്ധറിൻ്റെ സെഗ്മെൻറ്റിനെ ഇൻട്രപ്റ്റ് ചെയ്തു വന്ന എജെ സ്റ്റൈൽസ് റീമാച്ച് വേണമെന്ന് ആവശ്യപ്പെടുന്നു. ആദ്യം നൽകാൻ തയ്യാറാകാതിരുന്ന ഗന്ധർ അവസാനം മനസ്സോടുകൂടി അതിന് തയ്യാറാകുന്നു. പക്ഷേ എജെ സ്റ്റൈൽസിൻ്റെ കരിയർ മുന്നോട്ടേക്ക് വെക്കണം എന്നുള്ളൊരു സ്റ്റിപ്പുലേഷനാണ് ഗന്ധർ മുന്നോട്ടേക്ക് വെച്ചത്. അത് എജെ സ്റ്റൈൽസ് ആക്സെപ്റ്റ് ചെയ്തു. റോയൽ റംബിളിലേക്ക് ആ ഒരു മത്സരം ഒഫീഷ്യലി കൺഫേം ചെയ്തു. ഇനി ഈ മത്സരത്തെ സംബന്ധിച്ചുള്ള പ്രഡിക്ഷൻ ഒറ്റയടിക്ക് പറഞ്ഞാൽ എജെ സ്റ്റൈൽസ് വിജയിക്കും. പക്ഷേ അതൊരു ഡിസ്ക്വാളിഫിക്കേഷൻ്റെ വിജയമായിരിക്കും. എന്നിട്ടും ഈ ഒരു സ്റ്റോറി പിന്നീട് വരുന്ന വീക്ക്ലി എപ്പിസോഡിലൂടെ അവർ മുന്നോട്ടേക്ക് കൊണ്ടുപോകും. റെസ്ൽമേനിയയിൽ വെച്ച് ഒരു തവണ കൂടി എജെ സ്റ്റൈൽസും ഗന്ധർ തമ്മിൽ ഏറ്റുമുട്ടുന്ന രീതിയിലേക്ക് സ്റ്റോറി വരാൻ സാധ്യതയുണ്ട്. എന്തായാലും എജെ സ്റ്റൈൽസ് റോയൽ റംബിളിൽ റിട്ടയർമെൻറ്റ് പ്രഖ്യാപിക്കുന്നതോ അല്ലെങ്കിൽ എജെ സ്റ്റൈൽസിൻ്റെ അവസാന മത്സരം റോയൽ റംബിളിലെ ഈ മത്സരമായി മാറുന്നതോ നമുക്ക് കാണാൻ സാധിക്കില്ല. മറ്റൊരു അപ്ഡേറ്റ് ഇന്നത്തെ റോ എപ്പിസോഡിൽ നമുക്ക് കാണാൻ സാധിച്ച ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങളെ സംബന്ധിച്ചും അതിലെ സ്റ്റോറി ലൈനുകളെ സംബന്ധിച്ചുമാണ്. റോ എപ്പിസോഡ് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യത്ത് വെച്ചിട്ടാണ് നടന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ബെക്കി ലഞ്ചിൻ്റെ വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരം നമുക്ക് കാണാൻ സാധിച്ചു. മുൻ ചാമ്പ്യനായ മെക്സിനി ഡുപ്രി എന്ന റെസ്ലറിനെതിരെയാണ് ബെക്കി ലഞ്ച് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. ഗംഭീരമായിട്ടുള്ള മത്സരമായിരുന്നു. റോ എപ്പിസോഡിലെ ആദ്യ മത്സരം ഈ വുമൻസിൻ്റെ ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പ് മത്സരമായിരുന്നു. മത്സരത്തിൽ മെക്സിനി ഡുപ്രിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നറ്റാലിയ എന്ന വെറ്ററൻ റെസ്ലർ റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. നറ്റാലിയ തുടക്കത്തിൽ വലിയൊരു സപ്പോർട്ടായിരുന്നു. പക്ഷേ അവസാന നിമിഷം ബെക്കി ലഞ്ച് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്ന രീതിയിൽ ഒരു ഡിസ്ട്രാക്ഷൻ മെക്സിനി ഡുപ്രിക്കെതിരെ നറ്റാലിയ ചെയ്യുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ബെക്കി ലഞ്ച് പിൻഫോളിലൂടെ മെക്സിനി ഡുപ്രിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ബെക്കി ലഞ്ച് വേഴ്സസ് മെക്സിനി ഡുപ്രി തമ്മിലുള്ള സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിച്ചിരിക്കുന്നു. മെക്സിനി ഡുപ്രി വേഴ്സസ് നഡാലിയ തമ്മിലുള്ള സ്റ്റോറി ഇവിടം കൊണ്ട് ആരംഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിച്ചു. മത്സരത്തിന് ശേഷം ബ്രൂട്ടലായി മെക്സിനി ഡുപ്രിയെ നഡാലിയ ആക്രമിച്ചു. നല്ലൊരു ഡിസിഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ മെക്സിനി ഡുപ്രിയെ ഇപ്പോൾ തന്നെ മിഡ് കാർഡിലെ നല്ലൊരു കാലിബറുള്ള റെസ്ലർ എന്ന നിലയിൽ അവർ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ചാമ്പ്യൻഷിപ്പ് മത്സരം അല്ലെങ്കിൽ ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി അവസാനിച്ച മെക്സിനി ഡുപ്രിക്ക് അടുത്തത് എന്ത് എന്നുള്ള രീതിയിലേക്ക് അവർ ഒരു സ്റ്റോറി ഇട്ട് കൊടുത്തിരിക്കുന്നു. നട്ടാലിക്കെതിരെ ചിലപ്പോൾ 1-2 മത്സരങ്ങൾ ഈ ഒരു സ്റ്റോറി പോയേക്കാം. ആ മത്സരങ്ങളിലെല്ലാം മെക്സിനി ഡുപ്രി വിജയിക്കുന്നതും മിഡ് കാർഡ് ഡിവിഷനിൽ താൻ നല്ലൊരു റെസ്ലർ ആണ് എന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടി മെക്സിനി ഡുപ്രിക്ക് വലിയൊരു അവസരം കൊടുക്കുന്നതും മിഡ് കാർഡ് ഡിവിഷനിൽ വുമൻസ് ഡിവിഷനെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യും. മെക്സിനി ഡുപ്രിയുടെ നറ്റാലിയ വേഴ്സസ് ഉള്ള സ്റ്റോറി അവർ എങ്ങനെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നു എന്നുള്ളത് ഇനി റോ എപ്പിസോഡിൽ കണ്ടു തന്നെ അറിയാം. മറ്റൊരു ചാമ്പ്യൻഷിപ്പ് മത്സരം നിലവിലെ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ CM പങ്ക് ജഡ്ജ്മെന്റുടെ ടീമിലെ അംഗമായ ഫിൻ ബെലറിനെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്ത ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഫിൻ ബെലറിന്റെ ജന്മനാട്ടിൽ വെച്ച് നടന്ന റോ എപ്പിസോഡിൽ ഫിൻ ബെലറിനൊരു ചാമ്പ്യൻഷിപ്പ് അവസരം കൊടുത്തു എന്നുള്ളത് മാറ്റി നിർത്തിയാൽ മറ്റൊന്നും ഈ ഒരു മത്സരം കൊണ്ട് WWE ഉദ്ദേശിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല. ഫിൻ ബെലറിന്റെ ഫേസ് ടേണിലേക്കുള്ളൊരു സൂചന ഇട്ടിട്ടുണ്ട്. പക്ഷേ ഗംഭീരമായിട്ടുള്ളൊരു മത്സരവും ഗംഭീരമായിട്ടുള്ളൊരു പ്രകടനവും കാണാൻ സാധിച്ചതിൽ നിന്ന് എനിക്ക് കണ്ടുപിടിക്കാൻ സാധിച്ച ഒരൊറ്റ നെഗറ്റീവ് ഈ മത്സരത്തിന് വേണ്ട ഒരു ബിൽഡപ്പ് അല്ലെങ്കിൽ ഇതിലെ ഒപ്പോണൻ്റായി വന്ന ഫിൻ ബെല്ലറിന് വേണ്ട ഒരു ബിൽഡപ്പ് കൊടുക്കാതിരുന്നത് ഈ മത്സരത്തെ നല്ല രീതിയിൽ ബാധിച്ചു എന്നുള്ളതാണ്. അതായത് ഫിൻ ബെല്ലർ എങ്ങനെ പോയാലും ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിജയിക്കില്ല എന്നുള്ളത് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. എത്ര മൊമെൻറ്റ്സ് ഫിൻ ബെല്ലർ വിജയിക്കുന്ന രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്താലും അതെല്ലാം CM പങ്ക് കിക്ക് ഔട്ട് ചെയ്യുകയോ സബ്മിറ്റ് ചെയ്യാതെ പോകുകയോ ചെയ്യും എന്നുള്ളത് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ഫിൻ ബെല്ലർ വിജയിക്കില്ല എന്നുള്ള ഒരു മൊമെൻറ്റ് ഈ ഒരു മത്സരത്തിന് കൊടുത്തത് അത്
നല്ലൊരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തില്ല. മറിച്ച് ഫിൻ ബാലറിനെ ഈ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പിലേക്ക് എത്തുന്നതിന് മുൻപ് കുറച്ച് മത്സരങ്ങൾ കൊടുത്ത്, കുറച്ച് നല്ല സ്റ്റോറി ലൈനുകൾ കൊടുത്ത് അദ്ദേഹത്തെ ബിൽഡ് ചെയ്യുകയാണെങ്കിൽ ഈ മത്സരത്തിന് ആരാധകർക്കിടയിൽ ഒന്നും കൂടി ഒരു പ്രസക്തി കിട്ടുമായിരുന്നു. മത്സരം ഗംഭീരമായിരുന്നു, മത്സര പെർഫോമൻസും ഗംഭീരമായിരുന്നു. പക്ഷേ മത്സരം ബിൽഡപ്പ് ചെയ്ത ഒരു രീതി മാത്രമാണ് നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയത്. എന്തായാലും ഫിൻ ബാലർ ഫേസ് ടേൺ 2026 ഇനിയുള്ള മാസങ്ങളിൽ സ്വീകരിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുണ്ട്. 2026 ഫിൻ ബാലറിൻ്റെ എല്ലാ രീതിയിലുള്ള സെഗ്മെൻറ്റ്സും മത്സരങ്ങളും കാണുമ്പോൾ അദ്ദേഹം ഫേസ് ആകാൻ പോകുന്നു എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ജഡ്ജിമാരുടെ ടീമിലെ ആരായിരിക്കും ഫിൻ ബാലറിനെ ആദ്യം ആക്രമിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ആർക്കെതിരെയായിരിക്കും ഫിൻ ബാലർ ആദ്യം തിരിയാൻ പോകുന്നത്? അത് നിങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. മറ്റൊരു അപ്ഡേറ്റ് ജിവോൺ എവൻസ് എന്ന റെസ്ലറിനെ സംബന്ധിച്ചാണ്. റോ എപ്പിസോഡിൽ എൽ ഗ്രാൻഡ് അമേരിക്കാനോ എന്ന റെസ്ലറിനെതിരെ മത്സരിക്കാൻ ഇറങ്ങിയ ജിവോൺ എവൻസിൻ്റെ കൈക്ക് ഇഞ്ചുറി പറ്റിക്കുകയുണ്ടായി. മത്സരം അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തു. ജിവോൺ എവൻസ് പിന്നീട് ബാക്ക് സ്റ്റേജിലേക്ക് പോയി എൽ ഗ്രാൻഡ് അമേരിക്കാനയെ വിന്നറായിട്ട് പ്രഖ്യാപിച്ചു. ജിവോൺ എവൻസിൻ്റെ ഇഞ്ചുറി സ്റ്റാറ്റസ് നിലവിൽ PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇഞ്ചുറി ഒന്നും കാര്യപ്പെട്ടതായിട്ട് സംഭവിച്ചിട്ടില്ല. പക്ഷേ ചെറിയ രീതിയിലുള്ള ഒരു കൺകഷൻ ജിവോൺ എവൻസിന് നേരിട്ടതായിട്ട് PW ഇൻസൈഡർ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. പക്ഷേ ബാക്ക് സ്റ്റേജിൽ പതിവ് പോലെ എല്ലാവരോടും സമയം ചിലവഴിച്ച് ഒരു പരിക്കിൻ്റെ യാതൊരുവിധ സൂചനയും ജിവോൺ എവൻസ് കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ബാക്ക് സ്റ്റേജ് സോഴ്സിൽ നിന്ന് PW ഇൻസൈഡറിന് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ ജിവോൺ എവൻസിന് നിലവിൽ പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷേ മത്സരത്തിൻ്റെ ഇടയിൽ ചില സമയം അദ്ദേഹത്തിന് എന്തോ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് നേരിട്ടതുകൊണ്ട് മത്സരം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മറ്റ് അപ്ഡേറ്റിലേക്ക് കടക്കുകയാണെങ്കിൽ റോയൽ റംബിൾ 2026 സ്റ്റേഡിയത്തിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എറീനയും ആ റിങ്ങും ഒക്കെ സെറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ള വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. സ്റ്റേഡിയം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് റോയൽ റംബിളിനെ സംബന്ധിച്ച് പങ്കുവെക്കാനുള്ളത്. റോയൽ റംബിൾ നടക്കുമോ നടക്കില്ലയോ എന്നുള്ളൊരു സംശയങ്ങൾക്ക് വിരാമം വിട്ടുകൊണ്ടുള്ള ഫോട്ടോസും വീഡിയോസുമാണ് സോഷ്യൽ മീഡിയയിൽ നിന്ന് ലഭിക്കുന്നത്. മറ്റൊരു അപ്ഡേറ്റ് WWEയും നെറ്റ്ഫ്ലിക്സും സംയുക്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന അൺറിയൽ എന്ന് പറയുന്ന സീരീസിൻ്റെ 2ാമത്തെ സീസൺ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. നെറ്റ്ഫ്ലിക്സിലൂടെ ആണ് നമുക്ക് കാണാൻ സാധിക്കുക. അൺറിയൽ സീസൺ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാർ, നെറ്റ്ഫ്ലിക്സിലല്ലാതെ കാണാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ അത് ലഭിക്കാവുന്ന ലിങ്ക് പങ്കുവെക്കുന്നതാണ്. ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് സൂപ്പർ താരമായ റോമൻ റിയൻസും ക്രിയേറ്റീവ് ഹെഡായ ട്രിപ്പിൾ എച്ചും തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ്. വലിയൊരു ഇഷ്യൂ ബാക്ക് സ്റ്റേജിൽ നടക്കുന്നുണ്ട് എന്ന് സ്ലൈസ് റെസ്ലിംഗ് എന്ന് പറയുന്ന വെബ്സൈറ്റ് നിലവിൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ആ റിപ്പോർട്ട് വിശദമായി നമ്മൾ നോക്കുകയാണെങ്കിൽ സമ്മർ സ്ലാം 2025 കഴിഞ്ഞതിന് ശേഷം റെസ്ൽമേനിയ 42 റോമൻ റിയൻസിൻ്റെ പദ്ധതി എന്തായിരിക്കും എന്നുള്ളൊരു സംശയം റോമൻ റിയൻസിനുണ്ടായിരുന്നു. അപ്പോൾ ഒരു ചെറിയൊരു സ്റ്റോറി ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ റോമൻ റിയൻസ് ട്രിപ്പിൾ എച്ചിനോട് പ്രസൻറ്റ് ചെയ്തു. ആ ഒരു സ്റ്റോറി കോഡി റോഡ്സുമായിട്ടുള്ള ഒരു മത്സരം തന്നെയായിരുന്നു. ഇത്തവണ കോഡി റോഡ്സിനെതിരെയുള്ള ഒരു മത്സരത്തിന് ഇറങ്ങുമ്പോൾ റോമൻ റിയൻസ് ആവശ്യപ്പെട്ട ഒരു മാറ്റം കഴിഞ്ഞ 2 റെസ്ൽമേനിയയിലും, അതായത് റെസ്ൽമേനിയ 39-ലും 40-ലും റോമൻ റിയൻസും കോഡിയും ഏറ്റുമുട്ടിയപ്പോൾ റോമൻ വില്ലനും കോഡി നായകനും ആയിരുന്നു. എന്നാൽ ഇത്തവണ റോമൻ റിയൻസ് നായകനും കോഡി വില്ലനും ആയിട്ടുള്ള ഒരു സ്റ്റോറി കൊണ്ടുവരിക. ഈ ഒരു സ്റ്റോറി കൊണ്ട് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇതൊരു ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പക്ഷേ ചാമ്പ്യൻഷിപ്പ് മാത്രമല്ല ഡിഫെൻഡ് ചെയ്യുന്നത്, ഇവരിൽ ആരാണ് സുപ്പീരിയർ എന്ന് അവർക്ക് തെളിയാൻ സാധിക്കുന്ന ഒരു ട്രിയോളജി മാച്ച്. അതായത് ഇപ്പോൾ റെസ്ൽമേനിയയിൽ ഇവർ 1-1 എന്നുള്ള ഒരു സ്കോർ ലൈനാണ് നിൽക്കുന്നത്. അത് ഈ 3ാമത്തെ മത്സരത്തിൽ ആരാണ് വിജയിക്കുന്നത് അവർ മറ്റേ റെസ്ലറിനെതിരെ ഒരു പടി മുകളിലേക്ക് വരും. അത് തെളിയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരം എന്ന രീതിയിലേക്ക് ഈ ഒരു ചാമ്പ്യൻഷിപ്പ് മത്സരത്തെ പ്രൊമോട്ട് ചെയ്യുക, അതാണ് റോമൻ റിയൻസ് മുന്നോട്ടേക്ക് വെച്ച ആശയം. ഈ ഒരു ആശയത്തിന് തുടക്കത്തിൽ ട്രിപ്പിൾ എച്ചിന് വലിയൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. ട്രിപ്പിൾ എച്ചിന് നല്ലൊരു ഇഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് സർവൈവർ സീരീസ് വാർ ഗെയിംസിൽ റോമൻ റിയൻസും കോഡി റോഡ്സും ഫേസ് ടു ഫേസ് വരുന്ന രീതിയിലുള്ള ചെറിയ ആർഗ്യുമെൻറ്റ് കാണിച്ച് ഈ മത്സരമാണ് റെസ്ൽമേനിയ 42 നടക്കാൻ പോകുന്നത് എന്നുള്ള ഒരു ഹിൻഡ് ഇട്ട് പോയത്. പക്ഷേ പിന്നീട് ട്രിപ്പിൾ എച്ച് അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയറക്ഷൻ മാറ്റി ഡ്രൂ മാക്കൻഡയറിനെ പുതിയ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനാക്കി. കോഡി റോഡ്സിനെ റോയൽ റംബിളിലേക്ക് ഇട്ടു. കോഡി റോഡ്സിനെ മറ്റു രീതിയിലേക്കുള്ള സ്റ്റോറി ബിൽഡ് ചെയ്യാനും നിലവിൽ ട്രിപ്പിൾ എച്ച് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വഴിമുട്ടി നിൽക്കുന്നതും യാതൊരു ഡയറക്ഷനും ഇല്ലാതെ നിൽക്കുന്നത് റോമൻ റിയൻസ് ആണ്. റോമൻ റിയൻസ് ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ റോമൻ റിയൻസ് വരും എന്ന് പ്രതീക്ഷിച്ചത് കോഡി റോഡ്സിനെതിരെയുള്ള മത്സരമാണ്. പക്ഷേ ആ ഒരു നിലയിലേക്ക് സ്റ്റോറി പോകണ്ട എന്നുള്ളത് ട്രിപ്പിൾ എച്ച് തീരുമാനിച്ചു. അപ്പോൾ ട്രിപ്പിൾ എച്ച് എന്തുകൊണ്ടാണ് തന്ത്രം മാറ്റി എന്ന് ചോദിക്കുമ്പോൾ ട്രിപ്പിൾ എച്ചിൻ്റെ ഇഷ്ടതാരങ്ങളിൽ ഒരാളാണ് കോഡി റോഡ്സ്. നിലവിലെ പോസ്റ്റർ ബോയ് ആണ്, കമ്പനിയുടെ ഫേസ് ഓഫ് ദ കമ്പനിയാണ്. പാർട്ട് ടൈം ആയിട്ട് നിൽക്കുന്ന റോമൻ റിയൻസ് തിരികെ വന്ന് കോഡി റോഡ്സിനെതിരെ മത്സരിച്ച് കോഡി റോഡ്സിനെ പരാജയപ്പെടുത്തിയാൽ അത് കോഡി റോഡ്സിൻ്റെ കഥാപാത്രത്തെ ബാധിക്കും. കൂടാതെ നിലവിൽ ഫേസ് ആയിട്ട് നിൽക്കുന്ന കോഡി റോഡ്സിനെ വില്ലനാക്കിയാൽ
ഇനി ആര് ഫേസ് ഓഫ് ദ കമ്പനി എന്ന നിലയിലേക്ക് ഒരു ചോദ്യം വരും. അപ്പോൾ പാർട്ട് ടൈമിൽ മാത്രം നിൽക്കുന്ന റോമൻ റീൻസിൻ്റെ ഈ ഒരു ആശയത്തോട് പൂർണ്ണമായിട്ട് പോയാൽ അത് കമ്പനിയുടെ ഭാവി പദ്ധതികളെയും നല്ല രീതിയിൽ ബാധിക്കുമെന്ന് മനസ്സിലാക്കിയ ട്രിപ്പിൾ എച്ച് റോമൻ റീൻസിൻ്റെ ആശയം അല്ലെങ്കിൽ റോമൻ റീൻസിൻ്റെ ക്രിയേറ്റീവ് ഐഡിയത്തെ പൂർണ്ണമായി തള്ളിക്കളഞ്ഞു എന്നുള്ളൊരു റിപ്പോർട്ടാണ് സ്ലൈസ് റെസ്ലിംഗ് നിലവിൽ പുറത്തേക്ക് വിട്ടിട്ടുള്ളത്. ഇതേ സംബന്ധിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സ് ഇനി വരുന്ന ദിവസങ്ങളിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.